പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം എഡിഷൻ ആവേശപൂർവ്വം വരവേറ്റ് അതുല്യ വിജയമാക്കിയ നിങ്ങളേവർക്കും അഭിവാദ്യം. കരയിലും കടലിലും ആകാശത്തും പുതുമയാർന്ന വർണ്ണ കാഴ്ചകൾ സൃഷ്ടിച്ചാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകുന്നത്. അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഡ്രോൺ ലൈറ്റ് ഷോ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചതാണല്ലോ. ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ നാടും നഗരവും പുതുപ്രതീക്ഷകളുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ആവേശത്തിലാണ്. വ്യത്യസ്തമായ പ്രകാശക്കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ ഇലുമിനേഷൻ ഈ ആഘോഷവേളക്ക് കൂടുതൽ തിളക്കമേകും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ്. നിങ്ങൾക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി 2025. മണ്ണിലും കാറ്റിലും സ്നേഹത്തിന്റെ താളം പിടിക്കുന്ന നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്ന്. പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്ങും സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യാവശ്യങ്ങൾക്കായി ഒന്നിച്ചു കോർത്തിണക്കിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട ഐക്യമനസ് ഇന്നും ഈ നാട് നിലനിർത്തുന്നു. കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഉരു നിർമ്മാണം. ബേപ്പൂരിൽ നിന്ന് ഉരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വന്നിട്ടുള്ളത്. സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകളുണ്ട്. 1497 വാസ്കോ ഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു. സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഉരുക്കൽ യാത്ര പുറപ്പെട്ട